നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചില സെറ്റിങ്സുകൾ നമ്മൾ നാണം കെടുത്തും. അതായത് നമ്മുടെ ഡാറ്റകളൊക്കെ മറ്റാരെങ്കിലുമൊക്കെ ചോർത്തി കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നേരത്തെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മളറിയാതെ ആ സിമ്മ് കട്ടായി പോയി കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷം ആ നമ്പർ മറ്റൊരാൾക്ക് കൊടുക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വാട്സപ്പ് മറ്റൊരാളുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ ആർക്ക് വേണമെങ്കിലും കാണാനും പബ്ലിക്കിലൊക്കെ വരും. അപ്പോൾ അതുപോലെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലൊക്കെ ചോർന്നു പോകും. അപ്പോൾ വാട്സപ്പിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. നിങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് അതുപോലെ ചെയ്തു വെക്കുക. എല്ലാവരുടെ വാട്സപ്പിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യണം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണും. ഈ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ. ഈ വീഡിയോ പറയുന്ന പോലെ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ചാറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്ത് വരുമ്പോൾ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്കറിയാൻ സാധിക്കും നമ്മളൊക്കെ ചാറ്റ് ബാക്കപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ, ഗൂഗിൾ അക്കൗണ്ട് എന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ഇമെയിൽ ID ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പുതിയതാണെങ്കിൽ പുതിയത് ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. പഴയതാണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ശേഷം ഇവിടെ മുകളിൽ കാണുന്ന ബാക്കപ്പ് എന്നുള്ള ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് താഴെ ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്നുള്ളത് ഡെയിലി എന്ന് കാണും, ആ ഡെയിലി എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ ദിവസവും രാത്രി 2 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യും. ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫോൺ നമ്പർ മാറ്റുകയോ നിങ്ങളുടെ മറ്റൊരു മൊബൈലിലേക്ക് വാട്സപ്പ് മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചാറ്റ് നഷ്ടപ്പെടാതെ തിരിച്ചെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് ഓഫ് ആയിരിക്കും നിങ്ങളുടെ വാട്സപ്പിൽ ഇത് ഓഫ് ആണെങ്കിൽ ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ നിങ്ങൾക്ക് ക്രിയേറ്റ് പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ മുകളിലായിട്ട് ഗ്രീൻ ബട്ടണിൽ അത് ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങളിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പർ വേണം, എന്തെങ്കിലും ഒരു ഹാഷോ അല്ലെങ്കിൽ സ്റ്റാറോ എന്തെങ്കിലും ഒരു ഐക്കണ്, എന്തെങ്കിലും ഒരു സിമ്പിളുകളും വേണം. അപ്പം ഞാനിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തു. താഴെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതേ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. ഇവിടെ താഴെ ക്രിയേറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ഇവിടെ കാണാൻ സാധിക്കും എനേബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ചാറ്റ് ബാക്കപ്പുകൾ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിലെ നമ്മൾ എവിടെ നിങ്ങളുടെ നമ്പർ നഷ്ടപ്പെട്ടാലും ഫോൺ നഷ്ടപ്പെട്ടാലും ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്ത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ബാക്കപ്പ് സമയമെടുക്കും. കാരണം ഇത് പൂർണ്ണമായിട്ടൊന്ന് ബാക്കപ്പ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഒരു സെക്യൂർ ലോക്കിലേക്ക് മാറും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചാറ്റ് മെസ്സേജുകൾ റീസ്റ്റോർ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളോട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ചാറ്റുകളൊക്കെ ബാക്കപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ കയ്യിൽ കിട്ടുന്ന ഒരാൾക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ അതെല്ലാം ബാക്കപ്പ് ചെയ്തെടുക്കാനും നിങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസ്, ചാറ്റ് മെസ്സേജുകൾ, ഓഡിയോസുകളൊക്കെ എല്ലാം വാട്സപ്പിനകത്തുള്ള മുഴുവൻ ചാറ്റുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. മാത്രമല്ല അത് വേണമെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ കാരണമാകും. അതുകൊണ്ട് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നുള്ള സുഹൃത്തുക്കൾക്ക് മറക്കാതെ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.